അകത്തളങ്ങൾ സുന്ദരമാക്കാൻ ഇതാ MYK ലാറ്റിക്രേറ്റ് ഇന്റേണൽ ഫ്ലോറിംഗ് ലെവലിംഗ് സംവിധാനം. ലാറ്റിക്രേറ്റ് 100 ഉപയോഗിച്ച് സ്ക്രീഡ് അഥവാ ലെവലിംഗ് ഗ്രൗട്ട് തയ്യാറാക്കുന്ന രീതി ശ്രദ്ധിക്കൂ. ആദ്യം ഗ്രൗട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ സൈറ്റിലെത്തിക്കുക. പൊടി, അഴുക്ക്, തരികൾ, അടർന്ന മെറ്റൽ, ഗ്രീസ്, ഓയിൽ, ഉയർച്ച താഴ്ചകൾ ഇവ നീക്കം ചെയ്ത് കോൺക്രീറ്റ് വൃത്തിയാക്കുക. ഈ ഉപരിതലം സമനിരപ്പാക്കാൻ സഹായകമായ രീതിയിൽ ചാന്തുചതുരങ്ങൾ നിർമ്മിക്കുക. വേണ്ടത്ര വെള്ളം കൊണ്ട് കോൺക്രീറ്റ് പ്രതലം നന്നായി നനച്ചു കൊടുക്കുക. ലെവലിംഗിന് മുൻപ് ഒരു പ്രൈമർ ബോണ്ട് കോട്ട് ഇടുന്നതിന് ലാറ്റിക്രേറ്റ് 100 വെള്ളവും കുഴമ്പ് രൂപത്തിലാക്കുക. വൃത്തിയുള്ള ഉപരിതലത്തിൽ പ്രൈമർ കോട്ട് മുഴുവൻ ഒഴിക്കുക. ഉപരിതലമാകെ ആവരണം ചെയ്യത്തക്ക വിധം അത് ബ്രഷ് ചെയ്ത് പിടിപ്പിക്കുക. ലാറ്റിക്രേറ്റ് 100 ആവശ്യമായ അനുപാതത്തിൽ വെള്ളം ചേർക്കാതെ ശുദ്ധമായ മണ്ണുമായി മിക്സ് ചെയ്യുക. അതിനുശേഷം വേണ്ടത്ര വെള്ളം ചേർത്തിളക്കുക. മിക്സ് കൈകൊണ്ടമർത്തി ഉരുളകളാക്കുക. കൈ ചലിപ്പിക്കുമ്പോൾ ഉരുളയിൽ വിള്ളൽ വീഴാത്ത വിധം ഈ മിശ്രിതം വേണ്ടത്ര ദൃഢതയുള്ളതാണോ എന്ന് പരിശോധിക്കുക. പ്രൈമർ അപ്പോഴും കൊഴുപ്പും നനവുമുള്ളതാണെന്ന് ഉറപ്പാക്കുകയും വേണം. തയ്യാറാക്കിയ മിക്സ് പ്രൈമറിന് മുകളിലേക്കിട്ട് കരണ്ടി കൊണ്ട് നിരത്തുക. ഇനി നേരത്തെ നിർമ്മിച്ച ചാന്തുചതുരങ്ങളുടെ ഉയരമനുസരിച്ച് ലെവൽ ചെയ്യുക. ലാറ്റിക്രേറ്റ് 100 ചേർത്തുണ്ടാക്കിയ മിശ്രിതം സെറ്റാകാൻ വെള്ളമൊഴിക്കേണ്ടതില്ല എന്നോർമ്മിക്കുമല്ലോ. ലാറ്റിക്രേറ്റ് 100 കൊണ്ടുള്ള ലെവലിംഗ് ഇതാ പൂർത്തിയായി കഴിഞ്ഞു. സമനിരപ്പാക്കിയ ഈ ഉപരിതലത്തിൽ 72 മണിക്കൂറിന് ശേഷം മാത്രം ടൈൽ വിരിക്കുക. ലാറ്റിക്രേറ്റ് 252 AG സിൽവർ കൊണ്ട് ടൈൽ ഉറപ്പിക്കുന്നത് എങ്ങനെയെന്നറിയണ്ടേ? ആദ്യം ഉപകരണങ്ങളെല്ലാം സൈറ്റിലുണ്ടെന്ന് ഉറപ്പാക്കുക. പൊടി, അഴുക്ക്, അടർന്ന മെറ്റൽ, ഗ്രീസ്, ഓയിൽ ഇവ നീക്കം ചെയ്ത് ഉപരിതലം വൃത്തിയാക്കുക. ഗ്രൗട്ട് ദൃഢമായി പറ്റിച്ചേരുന്ന SST കണ്ടീഷനിലെത്തും വിധം ഉപരിതലം നന്നായി നനയ്ക്കുക. ഒരു നനഞ്ഞ സ്പോഞ്ച് കൊണ്ട് ടൈലിന്റെ പിൻഭാഗം നന്നായി തുടച്ച് പൊടിയും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. മിക്സിംഗ് ബൗളിൽ ശുദ്ധജലമെടുത്ത് നിർദ്ദേശിക്കപ്പെട്ട അളവിൽ ലാറ്റിക്രേറ്റ് 252 AG സിൽവർ കലർത്തുക. വെള്ളം പൗഡറിലേക്ക് ഒഴിക്കാതെ പൗഡർ വെള്ളത്തിലേക്കാണ് ഇടേണ്ടത്. മിക്സിംഗ് മെഷീൻ കൊണ്ട് ദ്രാവകം മൃദുവാകുവോളം മിക്സ് ചെയ്യുക. ഒരിക്കലും ആവശ്യത്തിലധികം മിക്സ് ചെയ്യരുത്. ഘടകങ്ങളുടെ പ്രതിപ്രവർത്തനത്തിനായി മിക്സ് 5-10 മിനിറ്റ് നിശ്ചലാവസ്ഥയിൽ വെക്കുക. ഈ മിക്സ് തേപ്പ് പലകയുടെ പരന്ന പ്രതലത്തിലെടുക്കുക. എന്നിട്ട് വൃത്തിയാക്കിയ ഉപരിതലത്തിൽ തേച്ച് പിടിപ്പിക്കുക. തേപ്പ് പലകയുടെ പൊഴിയുള്ള വശങ്ങൾ ഉപയോഗപ്പെടുത്തി നേർരേഖയിലുള്ള ചാലുകൾ രൂപപ്പെടുത്തുക. തുടർന്ന് തയ്യാറാക്കിയ മിശ്രിതം ടൈലിന് പിന്നിൽ അല്പം സ്ഥലം പോലും ഒഴിച്ചിടാതെ തേച്ചു പിടിപ്പിക്കുക. ഒരടി സമചതുരത്തിലധികം വിസ്തീർണമുള്ള ടൈലുകൾക്കാണ് ഈ രീതി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ 50 സ്ക്വയർ ഫീറ്റ് പൂർത്തിയാകുമ്പോഴും ഓരോ ടൈൽ ഇളക്കി മിശ്രിത സ്വഭാവം പരിശോധിക്കുക. ടൈൽ പാകിയ ശേഷം ഒരു റബ്ബർ ഹാമർ കൊണ്ട് മെല്ലെ മുട്ടിയുറപ്പിച്ച് ലെവൽ ചെയ്യുക. സ്പേസർ ഉപയോഗിച്ച് ഗ്രൗട്ട് ജോയിന്റിന് വേണ്ടത്ര സ്പേസ് ഇടുക. ജോലി തുടരുന്നതിനനുസരിച്ച് വൃത്തിയും നനവുമുള്ളൊരു സ്പോഞ്ച് കൊണ്ട് ടൈൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ടൈൽ ഉറയ്ക്കുന്നതോടെ സ്പേസറുകൾ നീക്കം ചെയ്യുക. MYK അഡ്ഹസീവ് ഉപയോഗിച്ചുള്ള ടൈൽ വിരിക്കൽ ഇതാ പൂർത്തിയായി കഴിഞ്ഞു. ടൈലിന് മുകളിലൂടെയുള്ള സഞ്ചാരം 48 മണിക്കൂർ കഴിഞ്ഞു മാത്രം മതി. തറയിലും ചുവരിലും ലാറ്റാപോക്സി SP100 സ്റ്റെയിൻ ഫ്രീ ഗ്രൗട്ട് ഇടുന്നത് എങ്ങനെയെന്നറിഞ്ഞോളൂ.
ആദ്യം ഗ്രൗട്ടിനു വേണ്ട സാമഗ്രികൾ സൈറ്റിലെത്തിക്കുക. ടൈൽ ജോയിന്റ്സിലുള്ള പൊടിയും തരികളും ഒരു ബ്ലോവർ കൊണ്ട് നീക്കം ചെയ്യുക. നനഞ്ഞ സ്പോഞ്ച് കൊണ്ട് ജോയിന്റുകൾ ക്ലീൻ ചെയ്ത് പൊടിയും തരിയും നീക്കി ഗ്രൗട്ടിങ്ങിന് തയ്യാറാക്കുക. ലാറ്റ പ്രോക്സി SP100-ന് 3 ഭാഗങ്ങളുണ്ട്. പാർട്ട് എ ഹാർഡ്നർ, പാർട്ട് ബി റെസിൻ, പാർട്ട് സി ഫില്ലർ പൗഡർ. ആഗ്രഹിക്കുന്ന നിറത്തോടൊപ്പം പാർട്ട് എയും പാർട്ട് ബിയും മുഴുവനായും വൃത്തിയുള്ള മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കുക. ഒരേ നിറമാവും വരെ നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സിലേക്ക് പാർട്ട് സി ഫില്ലർ പൗഡർ ചേർക്കുക. ഏകദേശം 4/3 ഭാഗം ആദ്യം ഉപയോഗിക്കണം. നന്നായി ഇളക്കുക. കുമിളകൾ രൂപപ്പെടുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ വീണ്ടും ഫില്ലർ പൗഡർ ചേർക്കണം. വേണ്ടത്ര കൊഴുപ്പ് കിട്ടാൻ ബാക്കി ഫില്ലർ പൗഡർ ആവശ്യാനുസരണം ചേർക്കുക. ഒരു റബ്ബർ തേപ്പ് പലക കൊണ്ട് ജോയിന്റുകൾ നന്നായി ഫിൽ ചെയ്യുക. ഗ്രൗട്ട് ലൈനിൽ നിന്നും 45 ഡിഗ്രി ചരിച്ച് തേപ്പ് പലക ചലിപ്പിച്ച് അധികമുള്ള ഗ്രൗട്ട് നീക്കം ചെയ്യുക. 45 മിനിറ്റിന് ശേഷം മാത്രം ആദ്യത്തെ ക്ലീനിംഗ് നടത്തുക. വെള്ളത്തിൽ മുക്കിയ സ്ക്രബ്ബർ വൃത്താകൃതിയിൽ ചലിപ്പിച്ച് അധികമുള്ള ഗ്രൗട്ട് തുടച്ചു മാറ്റുക. ഇനിയും ടൈലിൽ ഗ്രൗട്ടിന്റെ അംശം അവശേഷിക്കുന്നുവെങ്കിൽ നനവുള്ള വെളുത്ത ടവലോ തുണിയോ മുകളിലൂടെ മെല്ലെ കോണോട് കോൺ ചലിപ്പിച്ച് ക്ലീൻ ചെയ്യുക. ടൈലിന് മുകളിലൂടെയുള്ള സഞ്ചാരം 24 മണിക്കൂർ കഴിഞ്ഞ് മാത്രം മതി. 24 മണിക്കൂറിന് ശേഷം ടൈലുകൾ സോപ്പ് വെള്ളം കൊണ്ട് തുടയ്ക്കുക. ലാറ്റ പ്രോക്സി SP100 കൊണ്ടുള്ള ഗ്രൗട്ടിംഗ് ഇതാ പൂർത്തിയായിരിക്കുന്നു. ഗ്രൗട്ട് 7 ദിവസം കൊണ്ട് കെമിക്കലുകൾക്കും കറകൾക്കുമെതിരെ പ്രതിരോധശേഷി നേടിയിരിക്കും. MYK ലാറ്റിക്രേറ്റ് ഫ്ലോർ ഇൻസ്റ്റലേഷൻ സിസ്റ്റത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഇതോടെ പൂർത്തിയായിരിക്കുന്നു. MYK ലാറ്റിക്രേറ്റ്.